ഗൗതമന്റെ പത്നിയായിട്ടുള്ള അഹല്യാദേവിയിൽ അതിയായിട്ടുള്ള കാമാസക്തി തോന്നിയെന്നാണ്, പ്രണയം തോന്നിയെന്നാണ്. അപ്പം എപ്പോഴൊക്കെയോ ഗൗതമൻ പുറത്ത് സന്ധ്യാവന്തനത്തിന് പോകുന്ന സമയത്തൊക്കെ ഇന്ദ്രൻ ഗൗതമന്റെ വേഷം ധരിച്ച് അഹല്യയുടെ ആശ്രമത്തിലേക്ക് വരികയും അഹല്യയെ ഉപയോഗിക്കുകയും ചെയ്തു. ഇത് തൻ്റെ ഭർത്താവാണെന്നാണ് അഹല്യ കരുതിയത്. പക്ഷേ ഇന്ദ്രനാണ് വന്നതെന്ന് പിന്നീടാണ് അഹല്യയ്ക്ക് മനസ്സിലാവുന്നത്. ഇത് ഗൗതമ മഹർഷി കാണുകയും തൻ്റെ രൂപം ധരിച്ചെത്തിയ ആ ഇന്ദ്രനെ വിരൂപനായിട്ട് പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു എന്നാണ്. അതേസമയം ഭാര്യയായിട്ടുള്ള അഹല്യയ്ക്കും ശാപം കൊടുക്കുന്നുണ്ട്, കല്ലായി തീരട്ടെ എന്നും. എപ്പോഴാണോ ശ്രീരാമൻ വന്ന് പാദസ്പർശം അങ്ങേക്ക് തരുന്നത് ആ സമയത്ത് ശാപമോക്ഷം കിട്ടട്ടെ എന്നൊക്കെയുള്ള ശാപമോക്ഷത്തിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. അപ്പം ഇങ്ങനെ ഇന്ദ്രന് നിരവധിയായിട്ടുള്ള ശാപങ്ങൾ കിട്ടിയിട്ടുണ്ട്, പലപ്പോഴും പല ആളുകളുടെ കയ്യിൽ നിന്ന്. ഇതൊക്കെ എന്തിൻ്റെ പ്രതീക? ഇന്ദ്രൻ എന്ന് പറയുന്നത് തന്നെ വ്യാഖ്യാനിക്കാറുണ്ട് മഹാത്മാക്കൾ. ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളുടെ രാജാവാണെന്ന് പറയുക. ഇന്ദ്രിയങ്ങളുടെ രാജാവ് ഒന്നേ ഉള്ളൂ, അത് മനസ്സാണ്. മനസ്സാണ് തീരുമാനിക്കുന്നത് ഇന്ദ്രിയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്ന്. ആ മനസ്സിന് കൃത്യമായിട്ടുള്ള ബോധമില്ലെങ്കിൽ ഇങ്ങനെയുള്ള ശാപങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും.